ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഒരു അടിപൊളി പീനട്ട് ബട്ടർ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കല്ലേ. വളരെ ചുരുങ്ങിയ ചിലവിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ പീനട്ട് ബട്ടർ. ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇതാ നിലക്കടലയുണ്ട്. നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം തിന്നാൻ ആൾക്കാർ വീട്ടിൽ മുന്നിലായിരുന്നു. ഇതാ കണ്ടോളൂ കേട്ടോ. ഉണ്ട് കഴിഞ്ഞു എൻ്റെ വീണ്ട് കടല വേണോ ഇതാ എടുത്തോ. കൊച്ച് അമ്പോ ദേ കണ്ടില്ലേ, കടല കണ്ടപ്പോഴേക്ക് എല്ലാതും പെറുക്കി കൊണ്ടുപോകലായിരുന്നു കേട്ടോ നമ്മുടെ കുഞ്ഞാറ്റയുടെ പണി ഉണ്ടായിരുന്നത്. പിന്നെ എന്താ കടലയൊക്കെ നല്ലപോലെ തൊലി കളഞ്ഞിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം, നിലക്കടല കടിച്ച് ഇങ്ങനെ തിന്നാനാണെന്ന് വെച്ചാൽ ആ ഒരു പരുവത്തിലെടുക്കുക, അല്ലെങ്കിൽ നല്ല പൊടി പോലെ നന്നായിട്ട് അരച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഞാനിതപ്പോൾ നല്ല പൊടി പോലെ പൊടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇത് ചെയ്തും കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ടേബിൾ സ്പൂണിലൊന്നും എടുത്ത് ഒഴിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുപ്പിയിൽ തന്നെ അങ്ങനെ ഒഴിച്ച് കാണിച്ചത്. പിന്നെ ഇതാ ഓയിലിൽ നല്ലപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതേപോലെ നമുക്ക് എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാനിതുവരെ സൺഫ്ലവർ ഓയിൽ മാത്രമാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോൾ കോക്കനട്ട് വെളിച്ചെണ്ണ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇതുവരെയായിട്ടും ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ ഇതാ അതിലേക്ക് ആവശ്യമായ രണ്ടാമതൊരു ഇൻഗ്രീഡിയൻ്റാണ് തേൻ കേട്ടോ. തേനിതാ ഇതുപോലെ തന്നെ നമുക്ക് 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടണമെങ്കിൽ കൂട്ടാൻ, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും മധുരം വല്ലാണ്ട് ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. സത്യം പറഞ്ഞാൽ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ 2 സ്പൂൺ തേനാണ് കേട്ടോ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ഈ 2 ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. നമുക്കിതാ ഈ ക്രീമി പരുവത്തിൽ കിട്ടും. കടയിൽ നിന്നും വാങ്ങണ പീനട്ട് ബട്ടറിനേക്കാൾ എത്രയോ ലാഭകരമാണ് കേട്ടോ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ജസ്റ്റ് ഇപ്പം നമുക്കൊരു 1/2 കിലോൻ്റെ പീനട്ട് ബട്ടറൊക്കെ വാങ്ങാൻ ജസ്റ്റ് 250-300 രൂപയൊക്കെ ആവുന്ന തോന്നുന്നത്. ഞാൻ ഇതുവരെയായിട്ടും വാങ്ങിയിട്ടില്ല. അപ്പം നമുക്ക് അതിന് നല്ല റേറ്റ് കുറവിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് വില എന്ന് പറഞ്ഞ് ഞാൻ 50 രൂപയ്ക്കുള്ള കടലയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തേന് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് കടലയുടെ പൈസ മാത്രമേ ചിലവാകത്തുള്ളൂ. നമ്മൾ തേനും കൂട്ടിയിട്ട് എനിക്ക് 100 രൂപയാണ് കേട്ടോ ചിലവായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇത് കേട് കൂടാണ്ട് എത്ര ദിവസം വേണമെങ്കിലും, ദിവസം എന്നല്ല മാസങ്ങളോളം നമുക്കിത് ഫ്രിഡ്ജിൽ കേട് കൂടാണ്ട് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഞാനിത് ഉണ്ടാക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് ഏകദേശം 10-16 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഒരു കേടും കൂടാണ്ട് ഇത്രയും ദിവസങ്ങളോളം ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. ഇതിന് മുന്നേ ഞാനൊരു തവണ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് 2 മാസത്തോളം നമുക്കിത് കേട് കൂടാണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. 2 മാസമൊക്കെ ആകുമ്പോഴേക്കും ഇത് തീർന്നു പോകുന്നുള്ളതാണ് കേട്ടോ സത്യം. അപ്പം നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും കേട് കൂടാണ്ട് നമുക്കത് നല്ലൊരു അടച്ചുറപ്പുള്ള പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും കേട്ടോ. ഞാനിത് ഇപ്പോഴും മുന്നുണ്ടാക്കിയ പീനട്ട് ബട്ടർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യണത്. അതിപ്പോൾ ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയത്. അപ്പോൾ വെയിറ്റ് ലോസൊക്കെ ചെയ്യുന്നവർക്ക് ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ്. കേട് കൂടാതെ എത്ര വേണമെങ്കിലും ഇരിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.